ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ കാര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. കുറേ കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ പേഴ്സണലിയും കൊടുക്കാൻ പറ്റില്ല, യൂട്യൂബിലെ കമൻസിലും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. നമ്മുടെ വീട്ടിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഏരിയ അതാണ് ഏറ്റവും നല്ലൊരു വൈബുള്ളൊരു ഏരിയ. അത് പണ്ടത്തെ നമ്മുടെ കാർ പോർച്ചായിരുന്നു. ആ കാർ പോർച്ച് നമ്മൾ ബേ വിൻഡോ ഒക്കെ ആക്കിയിട്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് രാവിലെ വൈകുന്നേരമൊക്കെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നുണ്ടോ, ഇവിടെ മുറ്റത്ത് അടിച്ചു വാരാൻ ഞാൻ തന്നെ ഉള്ളത്. മക്കളും ഒക്കെയും കൂടി അത് ഇലകളൊക്കെ കൊഴിപ്പിക്കുകയാണ് മാങ്ങ പറിച്ചിട്ട്. എത്ര മാങ്ങ കിട്ടിയാലും മതി വരാത്ത ആൾക്കാരാണ് ഈ മൂന്നെണ്ണം കേട്ടോ. അപ്പോൾ രണ്ടുപേരെയും കൂടി മാങ്ങ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്, പക്ഷേ അത് താഴെ വീണ്. അപ്പം മൊത്തം ഇല കൊഴിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ ഇനി അടിച്ച് വാരാനുണ്ട്. പിന്നെ ഇനി നേരെ നമുക്ക് കിച്ചണിലോട്ട് എടുക്കാം. കിച്ചണിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു, അതായത് കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും നടക്കുന്നില്ല. എനിക്കൊരു ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, എവിടെ നിന്ന് തുടങ്ങണം അങ്ങനെയൊക്കെയുള്ളൊരു ട്രബിൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലൈറ്റ് അപ്പുറത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ വെച്ചിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റും, പക്ഷേ എന്നാലും അത് തിരക്ക് പിടിച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ ലൈറ്റ് വരുന്ന ഒരു ഏരിയ അതൊക്കെ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുണ്ട്. ഇവിടുന്ന് എവിടെ വെച്ചാലാണ് ലൈറ്റ്, ഇനി എവിടെയൊക്കെ ലൈറ്റ് വെക്കണമെന്ന്. ഞാനിപ്പോൾ ലൈറ്റ് എക്സ്ട്രാ നമ്മളിപ്പോൾ ഡേ ലൈറ്റ് മീൻസ് നാച്ചുറൽ ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ സ്റ്റാൻഡൊന്നും വെച്ചിട്ടില്ല. സാധാരണ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെ മീൻസ് എക്സ്ട്രാ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുക. അപ്പോൾ ഇതിൽ വെച്ചിട്ടില്ല, പക്ഷെ അതിന് ചിലപ്പോൾ ലൈറ്റ് കുറവുണ്ടാവും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ജനലുകളൊന്നും ഞാൻ തുറന്നിട്ടില്ല. കാരണം നമുക്ക് 1-2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ മൊത്തമായിട്ട് ഒരു 2-3 ദിവസത്തിന് പണിക്കാർക്ക് കൊടുക്കാനുണ്ട്. കാരണം ഇവിടെ ടൈലിൻ്റെ പോയിൻറ്റിങ് അങ്ങനെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിലത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും മൊത്തത്തിൽ പുറത്തേക്ക് എടുത്തിട്ടില്ല. കാരണം ഇതിന്ന് നമ്മളിപ്പം ആ ഒരു പണി നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വീണ്ടും നമ്മൾക്ക് എടുത്തിട്ട് മാറ്റണം. അപ്പോൾ എല്ലാ പാത്രങ്ങളും കൂടി ഇറക്കി കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ വീണ്ടും എടുത്ത് വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം, അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ നമ്മുടെ വീട്ടിലൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്, അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിൽ നിന്ന് എല്ലാ പാത്രങ്ങളൊന്നും ഇറക്കിയിട്ടില്ല, മീൻസ് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നിട്ടില്ല. ഫ്ലാറ്റ് ഒരു മാസത്തേക്കും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറേശ്ശെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സിങ്ക് കണ്ടോ, ഈ സിങ്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒറ്റ വലിയ സിങ്ക് ആകുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഫ്രാങ്കി ബ്രാൻഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആക്കാൻ പാടാട്ടോ. അതായത് നമുക്ക് സൈഡിലൊക്കെ ക്ലീൻ ആക്കാൻ ഇതിൻ്റെ കൂടെ ഉള്ള പൈപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പൈപ്പായിരുന്നു നമ്മളെ മറ്റേ കിച്ചണിൽ, വൈറ്റ് കിച്ചണിലുള്ള പൈപ്പായിരുന്നു. പക്ഷേ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അത് പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ സാധാ പൈപ്പാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഒന്നെങ്കിൽ വൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആ ക്ലീൻ ചെയ്യാനായിട്ടൊരു സ്പഞ്ച് വെച്ചിട്ടുണ്ട്. ആ സ്പഞ്ച് ഞാൻ ഇതുപോലെ എന്ത് ക്ലീൻ ആക്കി കഴിഞ്ഞാലും ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ആ കുഴിയിലോട്ട് ആക്കണം. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ യൂസ്ഡ് ആയിപ്പോയി, പക്ഷേ ഫസ്റ്റ് എനിക്കിതൊരു ബുദ്ധിമുട്ടായി തോന്നി. കാരണം സൈഡിൽ നിന്നൊന്നും ഇങ്ങനെ അഴുക്ക് കണ്ട് നടുക്ക് വരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സിങ്കൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഫ്ലാറ്റിൽ ജീവിതം അല്ലെങ്കിൽ നമ്മൾ വേറെ യുഎഇത്തെ ജീവിതം അതുപോലെയല്ല, നാട്ടിൽ സ്വന്തമായിട്ട് പറമ്പും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിൻ്റെ കൂടെ പണിക്കാരുണ്ട്, ഒരുപാട് പണികൾ അവിടെ നടക്കുന്നുണ്ട്. പുറത്ത് കിണർ പണി, അതുപോലെ തന്നെ കിണറിൻ്റെ ആ ഗ്രില്ല് വെക്കുന്ന പണി, അങ്ങനെ കുറേ ചുറ്റുപാടുകൾ നോക്കാനുണ്ട് നമ്മളിങ്ങനെ വീടാകുമ്പോൾ. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കാലുവേദന 2 ദിവസമായിട്ട് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പണിക്ക് ആളുണ്ടോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇത്ത വരുന്നുണ്ട്, പക്ഷേ ഇന്നലെയും വന്നിട്ടില്ല. അത് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതായിരുന്നു. കാരണം പണിക്കാരുണ്ടാകുമ്പോൾ നമുക്ക് ക്ലീനിങ് ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ തന്നെ ചെയ്തോളാം വിചാരിച്ച് 2 ദിവസം വരണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ഇന്നത്തെ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്, തലേ ദിവസത്തെ പണിയും ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ കിച്ചണിൻ്റെ ഡോറ് ഷെൽഫ് കുറച്ച് നീളം കൂടിപ്പോയി ആ ഇരിക്കുന്നത്. അത് അബദ്ധത്തിൽ പറ്റിയതാണ്, പക്ഷേ അത് നന്നായും തോന്നി. കാരണം അത്രയും നീളം ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡോറൊന്ന് വേറൊരു ടൈപ്പ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഡോറ് മൊത്തത്തിൽ തുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളെ മെയിൻ ആശാരിയാണ്,
അപ്പോൾ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ എഞ്ചിനീയർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണികൾ നമ്മൾ വീട്ടിൽ പുറമേ നോക്കുമ്പോൾ ഫുള്ള് പണി കഴിഞ്ഞെങ്കിലും കുറേ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തന്നെ തീർക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മടിയാവും. പിന്നെ റൂയിമോള് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റ് വന്ന പോലെ തന്നെ കിച്ചണിലോട്ടാണ് വരില്ല. ഇപ്പം ഞാൻ കിച്ചണിൽ ഇരുത്തിയിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. കാരണം ഹാളിലൊക്കെ കൊണ്ടുപോയി ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും, നമ്മൾ മറന്നു പോകും. വീട് കാണാൻ ഇങ്ങനെ ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ കിച്ചണിൽ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ട്രിക്റ്റായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിറകടുപ്പിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. നല്ല അടുപ്പാണ്. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ ഈ വിറകടുപ്പ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പെട്ടെന്ന് കത്തുന്നുണ്ട്. പുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വേഗം കത്തിപ്പിടിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പം ചോറ് അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന കൂടെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അത് റെഡി ആയിക്കോളും. ചോറ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ സിമ്പിളാണല്ലോ. പിന്നെ പണിക്കാരുള്ളതുകൊണ്ട് തന്നെ ഇക്കന്ന് മീൻ വാങ്ങിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചത്തേക്കുള്ളത് ഏകദേശം ഞാനൊരു തക്കാളിക്കറിയാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം എനിക്കറിയാം അത് തന്നെ നടക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇക്ക പോകില്ല പുറത്തേക്ക്. ഇക്കക്ക് പിമ്പിൾസ് വരും കീമോ ചെയ്യുന്നതുകൊണ്ടേ. കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, 2 ദിവസം കഴിഞ്ഞാൽ കീമോയും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കീമോൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എല്ലാവരെയും വിളിക്കുകയാണ്. പുട്ടും കടലക്കറിയുമാണ്. പിന്നെ വിറകടുപ്പിൻ്റെതും കുറേ പേര് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അടുപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ. എനിക്ക് തോന്നുന്നു കുറേ ഉമ്മമാർക്ക് വിറകടുപ്പ് കാണുന്നത് ഒരു ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. നല്ല അടുപ്പാട്ടോ. ഞാൻ മുമ്പത്തെ നമ്മുടെ തറവാട്ടിലും ഇവർ തന്നെയായിരുന്നു, പട്ടാമ്പി അടുപ്പ് ഇവർ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലീനിങ്ങിനായിട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോളിംഗ് ബെൽ അടിച്ചപ്പം റൂഹിയാണ് ഓടി തുറന്നു കൊടുക്കാൻ പോകുന്നത്. ഇപ്പം അങ്ങനെയാണല്ലോ റൂഹി. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടാവും, അത് ഞാൻ വിശദമായിട്ട് പിന്നീട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയയാണ്. അടുത്ത നമ്മുടെ വീട്ടിലെ ഒരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഇത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഏരിയകളാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു വൈബാണ്. അപ്പോൾ നമ്മുടെ പണിക്കാരുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന, പിന്നെ പണിക്കാർക്കുള്ള രാവിലത്തെ ഫുഡും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ ഞാൻ പുട്ടും പഴവും ആക്കിയായിരുന്നു. പിന്നെ നമ്മുടെ എഞ്ചിനീയർ വന്നിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യാണ്. ലാസ്റ്റത്തെ വ്ളോഗിൽ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു ചൂലല്ലേ അത് യൂസ് ചെയ്തപ്പം കുറേ ആൾക്കാർ പറഞ്ഞു സ്ക്രാച്ച് വീഴുന്നൊക്കെ. പക്ഷെ നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ ഈ ചൂലാണ് നമ്മൾ അകത്തും പുറത്ത് നമുക്ക് വേറെ സെപ്പറേറ്റ് ഇതിനായിട്ടുള്ള വേറെ ചൂലുണ്ട്, കുറ്റിച്ചൂലെന്ന് പറയും. ഈ ചൂലാണ് യൂസ് ചെയ്യാറ്. കാരണം ഇതിൻ്റെ അടിയിന്നൊക്കെ അടിഭാഗത്തു നിന്നൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനും നല്ല കച്ചറ പോകാനും നിന്നിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് ചൂലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് കുനിയേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചൂല്. ഞാൻ UAEക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ചൂല്. ഇതിലായിരുന്നു നമ്മൾ UAEയിലും നല്ല അടിച്ചു വരച്ചിട്ടുണ്ടായിരുന്നത്. ബ്രഷ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമല്ല അത്ര, കാരണം അത് അടിയിൽ നിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് അടിയിൽ നിന്നൊക്കെ നന്നായിട്ട് എടുക്കാം, പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും ചെയ്യും കേട്ടോ. സ്ക്രാച്ച് വീഴുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ കൂടുതലും ഈ ചൂല് തന്നെയാണ് കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേ ചൂല് യൂസ് ചെയ്യുന്നത്, ബ്രഷ്. എനിക്കിതാണ് ഇഷ്ടം. ഇതുവരെ അങ്ങനെ ഇഷ്യൂസൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ വല്ലാണ്ട് കുറ്റി ആയി കഴിഞ്ഞാൽ നമ്മളത് പുറത്തേക്ക് എടുക്കും, പുറത്ത് മുറ്റടിച്ച് വാരാനൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന്. ഇപ്പോൾ 2 ദിവസമായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എൻ്റെ കൂടെ കൊണ്ടിറക്കണം എന്നുള്ളൊരവസ്ഥയായിപ്പോയി. ഫോൺ ചിലപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ കേൾക്കുന്നില്ല, അതാണ് ഇഷ്യൂ. അപ്പോൾ അതാ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ കാണിച്ചതെന്നുള്ളൂ. ഓരോ പണിൻ്റെ ഇടയ്ക്ക് ഫോൺ വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. അങ്ങനെ വെള്ളം തിളയ്ക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ചോറ് തീമിടുകയാണ്. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ തന്നെ ചോറ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണിയാണ് കഴിഞ്ഞു. പിന്നെ കറികൾക്ക് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ കറിയൊക്കെ സെറ്റാക്കൂലേ അല്ലേ. പിന്നെ ഇവിടെ ഞാനൊരു രസം കാണിച്ചു കേട്ടോ. ഞങ്ങൾ വീടിനകത്ത് നമ്മൾ ചൂല് തന്നെ യൂസ് ചെയ്യുന്നത്, ഈ ചൂല് തന്നെ യൂസ് ചെയ്യുക. വീടിനകത്ത് അടിച്ച് വരാൻ വേറെ ചൂലും കിച്ചൺ അടിച്ച് വരാൻ വേറെ ചൂലാട്ടോ. സെയിം ചൂലല്ല അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് അടിച്ച് വരുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു പൂച്ച അകത്തേക്ക് കയറുന്നുണ്ടോ. ശരിക്കും ഞാൻ വീഡിയോ വെറുതെ നോക്കിയതാണ്, അപ്പോഴാണ് ആ പൂച്ചനെ കണ്ടത്. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച മേലൊക്കെ കയറി പോയിട്ട് ഏതെങ്കിലും റൂമിൽ നിൽക്കുമായിരുന്നു. നമ്മൾ റൂം ലോക്ക് ചെയ്ത് പോവുകയും ചെയ്യും. കയറുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല, പക്ഷേ കയറി പോയാലൊരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കണ്ടേ. അതിൻ്റെ അകത്ത്
അതാണ് ആലോചിക്കാൻ വയ്യാത്തത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡോർ അടച്ച് ഇടേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ മിക്ക വീടുകളും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ കണ്ണെത്തിയില്ല എന്നാണെങ്കിൽ ഉള്ള അവസ്ഥയാണത്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മറ്റാൾ റൂഹി കിച്ചണിൽ പോയിട്ട് കടല കഴിക്കുകയാണ്. നമ്മൾ കണ്ണ് തെറ്റി അവൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. ഇപ്പോൾ സ്നാക്കും ഇതൊക്കെ കുറേ ആൾക്കാർ കൊണ്ടുവന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കഴിക്കലാണ് അവളെ പരിപാടി കേട്ടോ. പിന്നെ റീനു പാത്രം കഴുകലുണ്ട്. ഇവിടെ ഇപ്പം സഹായത്തിന് റീനുവിനെ കിട്ടിയിട്ടുണ്ട്. കാരണം റീനു +2 കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പണികളൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ഇഷ്യൂ വരുന്നത്. റീനുവിൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. റീനു നീറ്റ് അങ്ങനത്തെ പരിപാടികളൊന്നും എഴുതുന്നില്ല, എൻട്രൻസ് എഴുതുന്നില്ല. കാരണം അവൾക്ക് MBBSനും പോകണ്ട, എഞ്ചിനീയറിങ്ങിനും പോകണ്ട, രണ്ടും താല്പര്യമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും എഴുതിയിട്ടില്ല. അവൾക്ക് ഇപ്പോൾ ശരിക്കും BBA BCom അല്ലെങ്കിൽ BA ലിറ്ററേച്ചർ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ സയൻസ് എടുത്തത് സയൻസ് ഞങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ പറഞ്ഞത് സയൻസ് എടുത്തുകൊണ്ട് എന്താ, അതും പഠിക്കാനായി. പക്ഷെ അവൾക്ക് ഇനി ഡിഗ്രിക്ക് പോകാൻ ഇഷ്ടമുള്ളത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ്. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനത്തെ റിലേറ്റഡ് കോളേജിലായിരിക്കും ചേർക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. പിന്നെ ചോറ് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡി ആയില്ലേ. ഇനി പുറത്ത് അടിച്ച് വാരാനുണ്ട് മുറ്റം. അപ്പോഴേക്കും വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസത്തേക്കാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിൻ്റെ പണി കഴിഞ്ഞു. ഇനി കറികളാണ് പ്രശ്നം. കാരണം എല്ലാം സെറ്റാവാനുള്ള ഒരുപാട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് പാത്രങ്ങളിൽ എടുത്ത് വെച്ചിട്ടുള്ളൂ, എല്ലാം കൂടി എടുത്ത് ഇറക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള പാത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ തക്കാളി കറിയും ഓംലെറ്റും പിന്നെ ചീര തോരനുമാണ് ഇന്നത്തെ ഉച്ച ഊണ് കേട്ടോ. അപ്പം റീനുവിനെ കൊണ്ട് ഓംലെറ്റ് വേഗം ആക്കാൻ പറഞ്ഞു. കാരണം അവൾക്കതറിയാം ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ ഇവിടെ ഇക്കയും റീനുവൊക്കെ പറയുന്നൊരു പറച്ചിലുണ്ട്. എന്താ അറിയോ, എന്തെങ്കിലും ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്യൂട്ടി അവർക്കാവും എന്നുള്ളത്. അപ്പോൾ റീനുവിന് ഇപ്പോൾ പേടിയാണ് എന്തെങ്കിലും പഠിക്കാൻ. റീനുവിന് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഓംലെറ്റ് ഇനി നമ്മളെ വീട്ടിൽ എപ്പോൾ ആരുണ്ടാക്കുകയാണെങ്കിലും റീനു ആണ് ഉണ്ടാക്കാറ്. എനിക്കിനി ഒഴിവുണ്ടെങ്കിലും റീനുവിന് അത് അറിയുന്നതുകൊണ്ട് അത് അവളെ ഏൽപ്പിക്കും. അപ്പോൾ ഇക്ക പറയും എനിക്കൊന്നും അറിയില്ല, അങ്ങനെ പറയുന്നതായിരിക്കും ഇവിടെ നല്ലതെന്ന്. തക്കാളിക്കറി ചട്ടിയിലുണ്ടാക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്തുകൊണ്ടോന്നും അറിയില്ല. നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു കുറുന്നനുള്ള ചാറാണ്. പിന്നെ ഉപ്പേരിക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചീര ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ ഊണ് റെഡിയായി. ഇതൊക്കെയാണ് ഉച്ച ഊണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് സെറ്റപ്പൊക്കെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. അതുപോലെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും വിശദമായിട്ട് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു എന്താ പറയുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസം നമുക്ക് എന്തായാലും ഇതുണ്ടാവില്ല, എന്താ പറയുക, കിച്ചണ് കിട്ടില്ല. കിച്ചണ് പോയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം കിച്ചൺ വീഡിയോ എടുത്തതാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വ്ളോഗ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കുറേ പണികളുണ്ട്. വീഡിയോ എടുത്ത് നടന്നാൽ ആ പണികളൊന്നും നടക്കില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ അടുത്ത് റൂഹിമോൾ വീണ്ടും ആ കടല എടുത്ത് കഴിക്കുകയാണ്. അവൾക്ക് ഇപ്പം സ്നാക്ക് കുറേ ഇങ്ങനെ കാണുമ്പോഴേ അതും ഇതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ചോറ് കഴിച്ചിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഷർട്ട് കണ്ടോ, ഇക്ക അവിടെ വീട്ടിൽ ഷർട്ട് ഇടാണ് നടക്കും. അപ്പോൾ റൂഹി പറയും പപ്പ ഇട്ടിട്ടില്ല, അപ്പോൾ ഞാൻ ഇടൂലെന്ന്. അപ്പം പെട്ടെന്ന് പപ്പ ഇട്ടപ്പോൾ അവൾ ഷർട്ട് തിരിച്ചാട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പം ചോറുകളൊക്കെ വിളമ്പി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എപ്പോഴും പറയണമെന്ന് തോന്നുന്നുണ്ട്, കാരണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കുറേ ആൾക്കാർ കമൻസിൽ പറഞ്ഞിരുന്നു ലൈക്ക് ചെയ്യാമെന്ന് പറയുമ്പോഴാണ് ലൈക്ക് ചെയ്യാൻ ഓർമ്മ വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. തക്കാളിക്കറി നല്ലൊരു ഭംഗി, നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല രസമുണ്ട്. സാധാ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ട് നല്ലൊരു ലുക്കുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ചോറും തക്കാളിക്കറിയും മുട്ട പൊരിച്ചതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു അരീൻ്റെ പറ്റി പറയാൻ വിട്ടുപോയി. ഇത് ജയ റൈസാട്ടോ, നല്ല അരി കേട്ടോ. നമ്മൾ സാധാരണ മട്ട അരിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ജയ അരി ഇതിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് നല്ല അരിയാണ്.
വേവിക്കുന്നതിനനുസരിച്ചിട്ട് വലുപ്പം കൂടി വരുന്ന ഒരു അരി. അതും എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നല്ലോണം ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല സാമ്പാർ മീൻ കറിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഒരു ചോറിൻ്റെ കൂടെ. അപ്പോൾ JR റൈസ് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതും കമൻസിൽ അറിയിക്കട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ.